ഹലോ ഹായ്. അപ്പോൾ നോർവേയുടെ നാഷണൽ ഡേ ആണെന്ന്. അപ്പോൾ ഇതാണ് പാലസിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരുപാട് ആൾക്കാർ ഒത്തുചേരുന്ന ഒരു ദിവസമാണ് ഇന്നിവിടെ. ഈ നോർവീജിയൻസിൻ്റെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഈ സ്വത്തനമായി അല്ലെങ്കിൽ മെയ് 17. അപ്പോൾ പല രാജ്യങ്ങളിലും നമ്മൾ ദേശീയ ദിനത്തിൽ മിലിറ്ററി പരേഡൊക്കെ ആയിരിക്കും കാണാറ്. പക്ഷേ ഇവിടെ നോർവേയിൽ കുട്ടികളുടെ പരേഡായിരിക്കും. അപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ഇവർ ഓസ്ലോയിലെത്തി സ്കൂൾ വൈസായിട്ട് ഇവർ ഈ പരേഡ് നടത്തും. റോയൽ പാലസിലേക്കായിരിക്കും ഈ പരേഡ് പോകുക. ആ സമയത്ത് നമ്മുടെ രാജാവ്, നോർവേയിലെ രാജാവ് ഈ റോയൽ പാലസിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് കുട്ടികളുടെ ഈ പരേഡിനെ അഭിവാദ്യം ചെയ്യും. പിന്നെ നോർവീജിയൻസ് ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുക. അവർ ഫാമിലി ആയിട്ടാണ് വരിക. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള ബ്യുണാദായിരിക്കും അവർ ഇട്ടിട്ടുണ്ടാവുക. അല്ലാത്തവർ ഫോർമൽ ഡ്രസ്സിലായിരിക്കും. പിന്നെ നമുക്ക് നോർവേയുടെ ഫ്ലാഗുകൾ ഒരുപാട് ഈ ഒരു സമയത്ത് കാണാൻ പറ്റും. എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും നോർവേയുടെ ഫ്ലാഗുകൾ ഇട്ടിട്ടുണ്ടാവും. പിന്നെ നാട്ടിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് ലഡു അതുപോലെ പായസമൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ കുട്ടികൾക്ക് ഐസ്ക്രീമാണ് കൊടുക്കാറ്. ഇവിടെ താമസിക്കുന്ന വേറെ രാജ്യങ്ങളിലുള്ള ആളുകളും നോർവേയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടുള്ള ഈ ഒരു ദിനം നോർവീജിയൻസിനെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോർവേക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നിർത്താം. താങ്ക് യു.